വളരെ സോഫ്റ്റായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓംലെറ്റ് നമുക്ക് ഉണ്ടാക്കിയാൽ കോഴിക്കോട്ടിൽ നിന്ന് തന്നെ വന്ന് നമുക്ക് മുട്ട എടുക്കാം. ഇനി നമ്മുടെ ചീസുകൾ ഓരോന്നായിട്ട് വയ്ക്കും. ഇതാണ് നമ്മുടെ പാലക്ക്. ചീരകളിൽ ഏറ്റവും കേമൻ ഇവൻ തന്നെ. ജസ്റ്റ് അതിലെ ഏറ്റവും നല്ല ഇല നോക്കി കുറച്ചില മാത്രം നമുക്കിങ്ങ് എടുക്കാം. നമ്മളിന്നുണ്ടാക്കുന്നത് ഈ പാലക്ക് വെച്ച് ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ആണല്ലോ. അതിനാവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ പറിച്ചെടുത്തിട്ടുള്ളൂ. ഇങ്ങനെ നിൽക്കുകയല്ലേ, അപ്പം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കിവിടെ നല്ല മൂത്ത് പഴുത്ത തക്കാളി നിൽപ്പുണ്ട്. എരിയില്ലെങ്കിലേ ഒരു സാധനത്തിന് പോലും രുചിയില്ല. മുളകൊണ്ടായി കായ്ച്ചു നിൽക്കുന്ന ചീനികളാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ ഒരെണ്ണം നമുക്ക് ആ പാലക്കിന് നല്ല പോലെ റണ്ണിങ് വാട്ടർ കഴുകണം. സവോളയെ ഒരെണ്ണം മതി. അടുത്തത് നമ്മുടെ ഫ്രഷ് പാലക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അടുത്തത് നമ്മുടെ ടൊമാറ്റോ, നല്ല ജ്യൂസി ടൊമാറ്റോ ആണ്. അത് 2 എണ്ണം തന്നെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഇനിയാണ് നമ്മുടെ എരിവിനുള്ള മുളക്. അത് തീരെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തിടണം. ഇനി മുട്ട 3. ഈ സമയമേ നമ്മുടെ എയർ ഫ്രയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. 180 ഡിഗ്രി സെൽഷ്യസിൽ വെറും 5 മിനിറ്റ്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക്. എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ മിക്സ് ആകണം. ഒരു സ്ലൈസ് ചീസ് എടുക്കുക. തലങ്ങും വിലങ്ങും എല്ലാം വരഞ്ഞു വിടുക. എയർ ഫ്രയറിൻ്റെ ട്രേക്കകത്തോട്ടെ ഈ സിലിക്കോൺ ലെയർ ട്രേ വയ്ക്കണം. അതിനുശേഷം ഓയിൽ സ്പ്രേ ചെയ്യണം. ഞാൻ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്. ഇങ്ങനൊരു ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ട്രേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ, അത് ഇതിലങ്ങ് നിരത്തി വയ്ക്കുക. 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കെടുത്ത് നോക്കാം. നമ്മുടെ ഓംലെറ്റ് റെഡിയായി കഴിഞ്ഞു. നമുക്കിവനെ എടുത്തൊന്ന് മുറിക്കാം. നമ്മുടെ എയർ ഫ്രയറെ നല്ല പഴുത്ത് ചൂടായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് വെളിയിലേക്ക് എടുത്തത്. നമ്മുടെ ഓംലെറ്റ് ഈസി ആയിട്ട് ഇളകി പോരും. ഓരോ ട്രയാങ്കുലർ പീസായിട്ട് നമ്മുടെ കേക്ക് മുറിക്കുന്ന പോലെ മുറിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ചുണ്ടാക്കിയ ഓംലെറ്റ്. ഇത്ര ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിച്ച് 2 പാത്രം, 1 ബൗളും 1 സിലിക്കോൺ ട്രേയും. പാത്രം കഴുകാനേ ഇവനേക്കാളും കേമൻ വേറെ ആരുമില്ല. കഴിഞ്ഞ 8 വർഷമായിട്ടേ ഇവൻ എൻ്റെ കൂടെ ഉണ്ട്.